ഗോഡ്ജോയിൽ തന്നെ അദ്ദേഹം ഇപ്പൊ ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത് ഗോഡ്ജോയും ഐ മീൻ ദിലീഷ് പോത്തൻ ചെയ്യുന്ന ക്യാരക്ടർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണെന്ന് ട്രെയിലർ കണ്ടപ്പോൾ കുറെ ആൾക്കാരൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെയാണ് ഇതൊരു വേറെ തന്നെ ഒരു നെറേറ്റീവ് ഉണ്ടെന്നും അല്ലെങ്കിൽ ഹനുമാൻ ഖാന്റെ ക്യാരക്ടർ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അനുരാഗ് കാശ്യപിന്റെ ഏരിയ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് പടം ഞങ്ങൾ കണ്ടു തുടങ്ങിയ സമയത്ത്. പക്ഷെ നിങ്ങൾ തമ്മിലുള്ള ഡൈനാമിക്സ് ഭയങ്കര രസമായിരുന്നു. അതായത് ഭയങ്കര ബ്രദർഹുഡ്, പണ്ടത്തെ പോലെ കുറെ വാക്കുകളിൽ പറയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഒരു ബോണ്ടിങ്, എല്ലാ ആളുകളും തമ്മിലുള്ള ബോണ്ടിങ് ഭയങ്കര രസമായിട്ടാണ് വന്നിട്ടുള്ളത്. ആ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു കാര്യം പറയുന്നത് കേട്ടിട്ടുള്ളത് ആർക്കും മുഴുവനായി കഥ അറിയില്ല എന്നുള്ളൊരു ഏരിയയും കൂടിയാണ്. എല്ലാ ലിങ്കുകളും എല്ലാവർക്കും അറിയില്ല എന്നുള്ളൊരു ഏരിയയും കൂടി നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. എങ്ങനെ ഈ ബോണ്ടിങ് വന്നത് എല്ലാ ആളുകളും തമ്മിൽ? ആ ഒരു ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കുത്തരം പറയാനുള്ള ഒരു സാധനം ഉണ്ടല്ലോ ഓർഗാനിക്കായിട്ട്. അതെനിക്ക് തോന്നുന്നത് അവിടുത്തെ സ്പേസിൽ നമുക്ക് ഇതേപോലത്തെ ഒരു 2-3 റൂംസ് ഒക്കെ ആയിട്ട് അവിടെ എല്ലാ ആക്ടേഴ്സും വന്ന് എനിക്ക് ഇവിടെ ബാക്കി ഈ തൊഴിലിൽ എന്തൊക്കെ സീനിയർഷിപ്പ് ഉണ്ടെങ്കിലും ഈ ജെന്യൂൻലി നമ്മൾ അവിടെ നിന്ന് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം മനുഷ്യന്മാരല്ലേ. അപ്പം ഇവിടെ എവിടെയെങ്കിലും നല്ല രസമുള്ളൊരു കോൺവെർസേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമഡിയോ ഫണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പതുക്കെ ജോയിൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്തൊരു ഫോം ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും വിഷ്ണു നമ്മൾക്കിടയിൽ നല്ല ഒരു സൗഹൃദം ഫോം ചെയ്താൽ നമുക്ക് ഇത് ആക്ടിങ്ങിൽ എങ്ങോട്ട് വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യാം. നമുക്ക് ശത്രുക്കളാവാം, അനിയനും ചേട്ടനും ആവാം, അളിയനും ആവാം. അല്ലെ ഞാൻ പറയാ മനുഷ്യന്മാരുള്ള സിങ്ക് സെറ്റ് ആയാൽ ഒരു പരിധി വരെ ഞാൻ ഇത് പറയാമോ അത് പറയാമോ എന്നുള്ള സംഭവം ഞാൻ ഇത് പറയുവേ, ഞാൻ ഇങ്ങനെ കാണിക്കാവേ, അല്ല അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങൾ കൂടുതൽ വരും. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ കുട്ടേട്ടൻ്റെ അടുത്ത് തോക്ക് ചൂണ്ട് സംസാരിക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടേ ഇല്ല. അയ്യോ കുട്ടേട്ടനാണല്ലോ അല്ലെ, അങ്ങനെയൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. അങ്ങനെയൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. അപ്പൊ പുള്ളി ആ മൊമെന്റിൽ നിൽക്കുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ. അവിടെ തോക്ക് കുറച്ച് മേലേക്ക് പിടി, അങ്ങനെയൊക്കെ പറയാ. പിന്നെ ഭയങ്കര ടഫല്ലേ മാൻ, ഇത്രയും ക്യാരക്ടേഴ്സ്, എല്ലാവർക്കും മൊമെന്റ്സ് ഉള്ള ക്യാരക്ടേഴ്സ് പതുക്കെ എഴുതി ഈ മൊമെന്റ് വരുമ്പോ ഇയാളിത് ചെയ്യുന്ന ആളാണെന്ന് നമുക്ക് തോന്നും. കാരണം അത് എവിടെയോ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും കുറച്ച് സമയം കൊണ്ട്. ഇപ്പൊ 10-20 ക്യാരക്ടേഴ്സിനൊക്കെ എഴുതി അവസാനം വരെ ഇത് കൊണ്ട് ഫലിപ്പിക്കാന്ന് പറഞ്ഞാൽ മാജിക് ഓഫ് റൈറ്റിംഗ് ആണ്. ഈ സുരേഷ് കൃഷ്ണ കൺവിൻസിങ് സ്റ്റാർ ആവുന്നതൊക്കെ നിങ്ങളുടെ സെറ്റിലുള്ളപ്പോ? അല്ലല്ല, അത് കഴിഞ്ഞിട്ടാ. സുരേഷ് ഏട്ടൻ അതിനൊക്കെ മുമ്പ് കൺവിൻസിങ് സ്റ്റാറിനൊക്കെ ഉപരി സൂപ്പർ സ്റ്റാർ ആയിരുന്നു അവിടെ. സുരേഷ് ഏട്ടൻ ഭയങ്കര ഫണ്ണുള്ള ഒരു മനുഷ്യനാണ്, ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. എന്താ പറയുക, ഏത് മൊമെന്റിനെയും ഒരു ഹ്യൂമറൊക്കെ കൊണ്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരുപാട് കഥകളൊക്കെ ഉള്ള അത്ര വർഷമുണ്ടല്ലോ. അത്ര വർഷം ഇവിടെ ടെലിഫിലിം, ഷോർട്ട് ഫിലിം, അത് കഴിഞ്ഞൊരു സീരിയൽ, അത് കഴിഞ്ഞിട്ട് സിനിമയിലെ സ്ട്രഗിള്, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വേഴ്സറ്റാലിറ്റി. ആ സമയത്തൊക്കെ സെൽഫ് ട്രോൾ ചെയ്ത് പുള്ളി തന്നെ ആ കോമഡി ക്യാരക്ടറായിട്ട് പുള്ളി ആ സമയത്ത് ആലോചിച്ച കാര്യങ്ങൾ അതെല്ലാം ഷെയർ ചെയ്യും. ഭയങ്കര ഈഗോലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ അങ്ങനെ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പറയുന്നത്, അതല്ലാത്തുള്ള സ്റ്റോറീസിൽ നമ്മൾ ചെയ്ത മണ്ടത്തരങ്ങൾ എക്സ്പോസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര പാടാണല്ലോ. അപ്പോൾ അത് ഭയങ്കര ഈഗോലെസ് ആയിട്ടുള്ള ഭയങ്കര അടിപൊളി ഒരു മനുഷ്യനാണ്. ഈ വിഷ്ണുസിനെ വളരെ യാദർശികമായി കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു യെസ്റ്റർഡേ ലെജൻഡിനെ പ്രസന്റ് ചെയ്യുന്ന സിനിമയിൽ ഭാഗമാവുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ബാബുമാനണി വരുന്നു, ബാബുമാനണിയുടെ ഒരു സീനും ഉണ്ട് ആ പടത്തില്. ആ സിനിമയുടെ ഒരു മെമ്പറാണ് വിഷ്ണുവിത്ത്. അതേപോലെ തന്നെ റൈഫിൾ ക്ലബിലേക്ക് വരുമ്പോ ഏറെക്കുറെ അതേ സ്റ്റേജിലുള്ള അതിന്റെ ഫീമെയിൽ വേർഷൻ ആയിട്ടുള്ള വാണി വിശ്വനാഥ് വരുന്നു ആ പടത്തെ. വിഷ്ണു പോസിറ്റീവ് സൈഡ്, മറ്റേ നെഗറ്റീവ് സൈഡായിരുന്നു. അതൊരു ഭയങ്കര സിമിലാരിറ്റിയാണ്. വാണി വിശ്വനാഥും അവരും ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ പോകുന്നു. അത് എപ്പോഴല്ല അറിഞ്ഞോടുന്നത്? വാണിജ്യച്ചി ഉണ്ട് എന്ന് പറയപ്പെടുന്ന, അല്ലാതെ ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബേസിക്കലി ജെന്യൂൻ ആയിട്ടുള്ള സ്വാഗ് ഉള്ള ഒരാളാണ് വാണിജ്യച്ചി. മനസ്സിലാവും? ഐ മീൻ വാണിജ്യച്ചി ലൈഫിലെ സ്വാഗ് ഉള്ള ഒരാളാണ്. മനസ്സിലാവും? അപ്പൊ ഇതില് അങ്ങനത്തെ മുഹൂർത്തങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഫൈറ്റ്, ഗണ്ണ് ഇതൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ആ സമയത്ത് നായികമാരിൽ അത്തരം ക്യാരക്ടേഴ്സോ അത്ര ബോൾഡോ അല്ലെങ്കിൽ ഫൈറ്റോ അല്ലെങ്കിൽ ഗണ്ണോ അങ്ങനത്തെയൊക്കെ വളരെ കുറച്ച് നടിമാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനുള്ള എഴുത്തുകളൊക്കെ സംഭവിച്ചിട്ടുള്ളൂ അന്ന്.
അപ്പോൾ ആ സമയത്ത് ചെയ്തിട്ടുള്ള അതിൻ്റെ പേരിൽ എല്ലാം ടേക്കിൽ പിടിച്ചോളാന്നൊക്കെ പറയുകയും നമ്മളിത് പിടിക്കുമ്പോൾ കുറച്ചും കൂടെ ഇതായിട്ട് പിടിക്കുന്നൊക്കെ പറയുകയും ഐ മീൻ ഗണ്ണിൻ്റെ കാര്യങ്ങളിലൊക്കെ ചിലപ്പം ചില സജഷൻസ് ഒക്കെ പറയുകയൊക്കെ ചെയ്യുന്ന. പിന്നെ ഭയങ്കര സ്പോർട്സ് പേഴ്സണാണ്, ഭയങ്കര സ്പോർട്സ് ഇൻക്ലിനേഷൻ ഉള്ള ഒരാളാണ്. ക്രിക്കറ്റ് ഇപ്പോൾ IPL ഒക്കെ തലഫാനാണ്, ഹാർഡ് കോർ ധോണി ഫാനാണ്. അത് ക്രിക്കറ്റ് നടക്കുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷനോട് ഇരുന്ന് കാണുന്ന. അവിടെ ബാക്കി IPL ഏതൊക്കെ ഫോറിൻ പ്ലേയേഴ്സ് വരുന്നോ അവർ ഏത് രാജ്യത്തിൻ്റെയാണ്, അവന് എത്ര വയസ്സായി, അവൻ ബാറ്റ്സ്മാനായിട്ട് വന്നതാണ്, അവൻ ബാറ്റ് ചെയ്യും ബോൾ ചെയ്യും, ഇങ്ങനത്തെ പ്രിസൈസ്ലി അറിയാം. ഡാറ്റ ബാങ്ക് ഭയങ്കര ഡേറ്റ ബാങ്കാണ്. അപ്പം അതിൻ്റെ അനാലിസിസും ഒക്കെ വൻ പൊളിയാണ്. അപ്പോൾ എനിക്ക് നമ്മളിപ്പോൾ അടുത്തറിയുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ സമയത്ത് ഇത്രയധികം സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വാണി ചേച്ചി ഇങ്ങനത്തെ ഒരു നമുക്കറിയാത്തൊരു ഏരിയ അല്ലേ. അപ്പോൾ ഭയങ്കര രസമുള്ള സ്പോർട്സ് ഇൻക്ലിനേഷൻ ഉള്ള ഒരാളാണ് സുരഭിയെ പറ്റി. ഞാൻ ഇനി റൈഫിൾ ക്ലബിലെ സുരഭിയെ പറ്റി ഞാൻ ഇനി ഒരു അക്ഷരം പറയേണ്ടതില്ലല്ലോ. അദ്ദേഹം തന്നെ എല്ലാത്തിലും അപ്പാർട്ട് ഫ്രം അവിടെ ഒരു ഭയങ്കര ഒരു തിയേറ്റർ ക്യാമ്പ് പോലെയുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി. പിന്നെ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അല്ലാത്ത സ്ഥലത്ത് ഭയങ്കര അൺഎക്സ്പ്ലോർഡ് ആണ്. ഇനിയും ഫിലിം മേക്കേഴ്സ് അവരുടെ ക്രാഫ്റ്റോ അവരുടെ എന്താ പറയുന്നത് വേഴ്സിറ്റാലിറ്റിയോ ഒക്കെ എക്സ്പ്ലോർ ചെയ്യപ്പെടും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ബ്രോ ഇപ്പം അവരിൽ നിന്ന് ആ കോഴിക്കോട് സ്ലാങ് വൈപ്പ് ഔട്ടായി പോയ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം. തരുമ്പ് പോലും ഇല്ല. ഇപ്പം കോഴിക്കോട് നിന്ന് വരുന്ന ആക്ടേഴ്സിന് അൺഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ ഫോർച്ചുനേറ്റ്ലി അവർക്ക് അത് കുറെ കാലം ക്യാരി ഔട്ട് ചെയ്യേണ്ടി വരും. എന്ത് റീസണാന്ന് നമുക്കറിയില്ല. ഇപ്പൊ കഥ എവിടെ നടന്നാലും അവര് കോഴിക്കോട് സ്ലാങ് സംസാരിക്കുള്ളൂ. സുരഭി അത് അവര് കോൺഷ്യസ് ആയിട്ട് എടുക്കുന്നതാണോ അതോ ഫിലിം മേക്കേഴ്സ് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് അത് ഒരിക്കലും MIT മൂസയുടെ ഒരു ചായയിലാണ്ട് അവർ ചെയ്യുന്നുള്ളത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. എന്താ പറയുന്നത്, പ്രോസസ് ഓറിയന്റഡോ അല്ലെങ്കിൽ തിയേറ്റർ 3 വർഷം തിയേറ്റർ ചെയ്തതാണ്. അപ്പോൾ ഇതിൽ തന്നെ ഇതിൻ്റെ അഭിനയത്തിൻ്റെ എല്ലാ സങ്കേതങ്ങളിലും കുറച്ച് നാൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ ഈസിയാണ് സുരഭിക്ക്. ഇപ്പം ഏതെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ തൃശ്ശൂർക്കാരി ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു മാസം മുമ്പ് നിങ്ങൾ ഈ ക്യാരക്ടർ പറഞ്ഞാൽ മതി, പ്രോപ്പർ തൃശ്ശൂർക്കാരിയായിട്ട് 1 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കും. അത്രയും അതിൽ ഡീപ്ലി ഡൈവ് ചെയ്യും. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇപ്പം കുറച്ചും കൂടെ കൊമേഴ്ഷ്യലി ഭയങ്കര വേഴ്സറ്റൈലായിട്ട് ഫിലിം മേക്കേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, വിച്ച് ഇസ് വെരി ഗുഡ്. ഐ മീൻ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്.